തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി നിറഞ്ഞു നിന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ കെ.എ. സെങ്കോട്ടയ്യന്റെ പാർട്ടി കൂടുമാറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. AIADMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അദ്ദേഹം പ്രമുഖ നടൻ വിജയ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ തമിഴക വെട്രി കഴകത്തിൽ നാളെ ചേരുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. എംജിആറിന്റെയും ജയലളിതയുടെയും വിശ്വസ്തനായിരുന്ന സെങ്കോട്ടയ്യൻ AIADMKയുടെ സ്ഥാപക കാലം മുതൽ പ്രവർത്തന രംഗത്തുള്ള നേതാവാണ്. 7 തവണ MLA ആയും നിരവധി തവണ മന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഈ അഗാധമായ അനുഭവ സമ്പത്ത് താരതമ്യേന പുതിയ പാർട്ടിയായ TVKക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്നതിൽ സംശയമില്ല. പരിചയസമ്പന്നരായ നേതാക്കളുടെ അഭാവം നേരിടുന്ന TVKക്ക് സെങ്കോട്ടയ്യന്റെ വരവ് ഒരു പുത്തൻ ഊർജ്ജം പകരും. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ പ്രവർത്തന പരിചയം സംഘടനാപരമായ കാര്യങ്ങളിൽ TVKക്ക് വലിയ പിന്തുണ നൽകും. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി എഴുതാൻ ലക്ഷ്യമിടുന്ന വിജയ്ക്കും TVKക്കും ഇതൊരു വലിയ വഴിത്തിരിവാണ്. സെങ്കോട്ടയ്യന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഏറ്റവും വലിയ പ്രയോജനം പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ TVKക്ക് ഉണ്ടാകാൻ പോകുന്ന സ്വാധീനമാണ്. ഗൗണ്ടർ സമുദായത്തിലെ പ്രമുഖ നേതാവാണ് സെങ്കോട്ടയ്യൻ. ഈ മേഖലയിൽ TVKക്ക് വേരോട്ടം ശക്തമാക്കാൻ അദ്ദേഹത്തിന്റെ ജനപ്രീതിയും സ്വാധീനവും നിർണായകമാകും. കൊങ്കു മേഖല എന്നറിയപ്പെടുന്ന ഈ പ്രദേശം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയാണ്. TVK നേതാക്കളുമായി സെങ്കോട്ടയ്യൻ ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വ്യാഴാഴ്ച പാർട്ടിയിൽ ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടിയിൽ സെങ്കോട്ടയ്യൻ ഉന്നത പദവി നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. TVKയുടെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ നടൻ വിജയ് രൂപീകരിച്ച 28 അംഗ ഭരണസമിതിയുടെ ചുമതലയും സെങ്കോട്ടയ്യനെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. AIADMKയിൽ ദീർഘകാലം പ്രവർത്തിച്ച പാർട്ടി സംവിധാനങ്ങളെ കുറിച്ച് ആഴത്തിൽ ധാരണയുള്ള ഒരാൾക്ക് ഈ ചുമതല നൽകുന്നത് TVKയുടെ സംഘടനാ കെട്ടുപടിക്കലിന് നിർണായകമാകും. സെങ്കോട്ടയ്യനെ AIADMKയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ കാരണങ്ങളും AIADMKയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മറ്റ് മുതിർന്ന നേതാക്കളായ O. പനീർശെൽവം, TTV ദിനകരൻ, VK ശശികല എന്നിവരുമായി സെങ്കോട്ടയ്യൻ ചർച്ചകൾ നടത്തുകയും അവർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ് എടപ്പാടി പളനിസ്വാമി പക്ഷത്തിന്റെ നീരസത്തിന് കാരണമായത്. AIADMK നേതാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യത്തെ സെങ്കോട്ടയ്യൻ പിന്തുണച്ചു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരായ ഈ നീക്കങ്ങൾ പാർട്ടി അച്ചടക്ക ലംഘനമായി EPS പക്ഷം വ്യാഖ്യാനിച്ചു. പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതാണ് സെങ്കോട്ടയ്യനെ പുറത്താക്കാൻ കാരണമെന്ന് എടപ്പാടി പളനിസ്വാമി അന്ന് വ്യക്തമാക്കിയിരുന്നു. ആദ്യം സെപ്റ്റംബറിൽ AIADMKയിലെ പദവികളിൽ നിന്ന് സെങ്കോട്ടയ്യനെ നീക്കി. പിന്നീട് ഒക്ടോബറിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം സെങ്കോട്ടയ്യൻ ഇനി എന്ത് നീക്കമാണോ നടത്തുക എന്ന ചോദ്യം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമായാണ് അദ്ദേഹം TVKയിൽ ചേരാൻ തീരുമാനിച്ചത്. മാധ്യമ പ്രവർത്തകർ TVK പ്രവേശനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. എന്നാൽ വാർത്ത നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. നിലവിൽ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലെത്തിയ സെങ്കോട്ടയ്യൻ വ്യാഴാഴ്ച TVKയിൽ ചേരുന്നതിന് മുന്നോടിയായാണ് ഇന്ന് MLA സ്ഥാനം രാജിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ രാജി അദ്ദേഹത്തിന്റെ TVK പ്രവേശനത്തിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി കണക്കാക്കപ്പെടുന്നു. സെങ്കോട്ടയ്യനൊപ്പം അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന 2000-ഓളം പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും AIADMK പുറത്താക്കിയിരുന്നു. ഈ പ്രവർത്തകരെല്ലാം സെങ്കോട്ടയ്യനൊപ്പം TVKയിൽ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് AIADMKക്ക് ഉണ്ടാകുന്ന നഷ്ടം ചെറുതാകില്ല. AIADMK പുറത്താക്കുകയും എന്നാൽ DMKയിലോ BJPയിലോ ചേരാൻ മാനസികമായി പ്രയാസമുള്ളവരുമായി മുതിർന്ന നേതാക്കൾക്ക് ഒരു അവസരം ഒരുക്കുകയാണ് TVK. സെങ്കോട്ടയ്യന്റെ വരവോടെ ഈ പ്രവണത ശക്തിപ്പെടുത്താൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഈ കൂടുമാറ്റത്തോടെ മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശക്തനായ ഒരു നേതാവിനെ ലഭിക്കുന്നത് TVKയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും. ദീർഘകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ സെങ്കോട്ടയ്യൻ നേടിയെടുത്ത ജനസമ്മതിയും സംഘടനാ മികവും TVKക്ക് കൊങ്കു മേഖലയിൽ വലിയ സ്വാധീനം നേടാൻ സഹായിക്കും. AIADMKയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ കൊങ്കു മേഖലയിൽ വിള്ളലുണ്ടാക്കാൻ സെങ്കോട്ടയ്യന്റെ സാന്നിധ്യം TVK സഹായിക്കും. പരിചയസമ്പന്നരായ നേതാക്കളുടെ അഭാവം പരിഹരിക്കാൻ വിജയ് നടത്തുന്ന തന്ത്രപരമായ നീക്കമായാണ് സെങ്കോട്ടയ്യന്റെ പ്രവേശനം വിലയിരുത്തപ്പെടുന്നത്. പ്രായോഗിക രാഷ്ട്രീയം പഠിക്കാനും പാർട്ടി അടിത്തട്ടിൽ ശക്തിപ്പെടുത്താനും ഈ നേതാക്കൾ TVKക്ക് ഉപകാരപ്രദമാകും. സെങ്കോട്ടയ്യനെ പുറത്താക്കിയതിനോടും അദ്ദേഹത്തിന്റെ TVK പ്രവേശനത്തോടും AIADMKയിൽ മറ്റ് വിമത നേതാക്കളായ ശശികല, OPS, ദിനകരൻ എന്നിവരുടെ പ്രതികരണങ്ങൾ തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. ഈ കൂടുമാറ്റം എടപ്പാടി പളനിസ്വാമിക്കും AIADMKക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വന്തം പാളയത്തിൽ നിന്ന് മുതിർന്ന നേതാക്കൾ കൊഴിഞ്ഞു പോകുമ്പോൾ പാർട്ടിയുടെ കെട്ടുറപ്പ് നിലനിർത്താൻ EPS ശ്രമിക്കേണ്ടി വരും.
പാർട്ടി സ്ഥാപകരായ MGRനും ജയലളിതയ്ക്കുമൊപ്പം പ്രവർത്തിച്ച സെങ്കോട്ടയ്യന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത TVK നയിക്കാൻ സഹായിക്കും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം TVKയുടെ ഭാവിയെ കൂടുതൽ പ്രകാശനമാക്കും. സെങ്കോട്ടയ്യന്റെ കൂടുമാറ്റത്തോടെ തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തികളെ എങ്ങനെ പുനർവിന്യസിക്കുമെന്ന് കണ്ടറിയണം.